അതിരപ്പള്ളി മേഖല ഉൾപ്പെടുന്ന പരിയാരം വില്ലേജ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ദുർബല പ്രദേശമാകുന്നതിൽ നാട്ടുകാർ ആശങ്കയിൽ. ജനങ്ങളുടെ ആശങ്കയെ രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ശക്തം. ടിസിവി ടോപ്പ് സ്റ്റോറി. ഗുണ്ടാ നേതാവ് ദൊരൈബാബു വധക്കേസിലെ പ്രതിയെ 7 വർഷത്തിനു ശേഷം ഷാഡോ പോലീസ് പിടികൂടി. പനമുക്ക സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. ചൊവ്വാഴ്ച ഉച്ച മുതൽ തൃശൂർ പാലസ് റോഡിൽ വാഹന ഗതാഗത ക്രമീകരണം. വാർത്തകൾ വിശദമായി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം ജില്ലയിൽ അതിരപ്പള്ളി മേഖല ഉൾപ്പെടുന്ന പരിയാരം വില്ലേജാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന ജനങ്ങളുടെ ആശങ്കയെ രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ശക്തമാണ്. ടിസിവി ടോപ്പ് സ്റ്റോറി. മുകുന്ദപുരം താലൂക്കിൽപ്പെടുന്ന പരിയാരം വില്ലേജിലെ 708 ചതുരശ്ര കിലോമീറ്ററാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അനുസരിച്ച് പരിസ്ഥിതി ദുർബല പ്രദേശമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ 11 ജില്ലകളിൽ നിന്നായി 123 വില്ലേജുകളെയാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളായി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മേഖലകളിലെ പ്രകൃതി ചൂഷണങ്ങൾക്കും അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവരുമെന്നതാണ് ഇതു സംബന്ധിച്ചുയർന്ന പ്രധാന ആശങ്ക. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കൃഷിയെയും ഭൂമിയെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുന്ന റിപ്പോർട്ടാണിതെന്ന ഭയമാണ് പൊതുവെയുള്ളത്. എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാറിത്തീരുകയാണ്. പരിയാരത്തെ സംബന്ധിച്ച് അതിരപ്പള്ളിയടക്കമുള്ള വനമേഖലയായതിനാൽ വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നേരത്തെ ഇടം പിടിക്കുന്ന മേഖല തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിലപാടുകളെ നിർവീര്യമാക്കുന്നതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സംരക്ഷിത മേഖലയായ ഇടങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നതെന്നും ക്വാറി ഖനന മേഖലകളെ ഒഴിവാക്കിയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്നുമാണ് പരിസ്ഥിതിവാദികളുടെ ആരോപണം. താരതമ്യേന നിരുപദ്രവമെന്ന് കരുതിയ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലും അംഗീകരിക്കില്ലെന്ന നിലപാട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു കാരണവശാലും കടന്നുവരാൻ അനുവദിക്കില്ലെന്ന ഖനന മാഫിയകളുടെ സമ്മർദ്ദ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമസഭകൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യപരവുമായ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അട്ടിമറിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്ന സമരമെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. റിപ്പോർട്ടുകൾ ജനകീയ ചർച്ചകൾക്ക് വിധേയമാക്കി ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശവും സാവകാശവും നൽകുകയാണ് വേണ്ടതെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ഡോക്ടർ VS വിജയൻ പറയുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 റിപ്പോർട്ടും മലയാളത്തിലാക്കിയതിന് ശേഷം എല്ലാ ഗ്രാമസഭയിലും പഞ്ചായത്തിലും എത്തിക്കണം. ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ ഒരുപാട് ശുപാർശകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ശുപാർശ ഇത് തന്നെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു ചർച്ചയുടെ അജണ്ടയാണത്. അപ്പോൾ അത് വില്ലേജുകളിൽ ഗ്രാമസഭയിൽ എത്തിച്ചിട്ട് അവരുടെ അഭിപ്രായം എടുത്തിട്ട് വേണം, അവരുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരുന്ന ജില്ലയിലെ പീച്ചി വനമേഖലയും വാഴാനി മേഖലയുമെല്ലാം ഒഴിവാക്കപ്പെട്ടത് ക്വാറി മാഫിയകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും ആക്ഷേപമുണ്ട്. എന്താണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്നും എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടെന്നും അതിന്റെ ഗുണഫലങ്ങളും ദോഷങ്ങളും എന്താണെന്നും അറിയാത്തവരാണ് ഭൂരിഭാഗം സാധാരണക്കാരും. അതിനാൽ ഇക്കാര്യത്തിൽ സുതാര്യമായ ജനകീയ ചർച്ചകളിലൂടെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന നിലപാടാണ് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മതസാമുദായിക പരിസ്ഥിതി സംഘടനകളും സ്വീകരിക്കേണ്ടത്. TCV ന്യൂസ്, തൃശൂർ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി ജിയോ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ജിയോ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ജില്ലയെ ഏതു വിധത്തിലാണ് ബാധിക്കുക? അതല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ആശങ്കകൾ? മഞ്ജു, തൃശൂർ ജില്ലയെ സംബന്ധിച്ച് അതിരപ്പള്ളി മേഖലയടങ്ങുന്ന പരിയാരം വില്ലേജിലെ 708 ചതുരശ്ര കിലോമീറ്റർ മേഖലയെയാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായി കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് സ്വാഭാവികമായും ചില ആശങ്കകൾ ഉടലെടുത്തിട്ടുണ്ട്. പൊതുവെ ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും കൃഷി സംബന്ധിച്ചും അവരുടെ ഭൂമിയുടെ വിനിയോഗം സംബന്ധിച്ചും ഒക്കെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശങ്ക ഉടലെടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വസ്തുത, നേരത്തെ വനസംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ള ഈ 708 ചതുരശ്ര കിലോമീറ്ററിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും. മറ്റൊരു പ്രത്യേകത, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തൃശൂർ ജില്ലയിൽ കൂടുതൽ പ്രദേശങ്ങൾ ഈ ഒരു രീതിയിൽ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും പീച്ചി, അതുപോലെ തന്നെ വാഴാനി വനമേഖല അടക്കമുള്ള ഇടങ്ങൾ ഇത്തരമൊരു പരിധിയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അതെല്ലാം കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നതോടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അത് ക്വാറി അതുപോലെ തന്നെ ഖനന മാഫിയകളുടെ
സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആക്ഷേപവും പരിസ്ഥിതിവാദികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ പരിയാരം മേഖലയാണ് ഈ ഒരു പരിസ്ഥിതി ദുർബല പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഒരു മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള സുതാര്യമായ ചർച്ചകളും നടപടികളും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. മഞ്ജു, അതുപോലെ തന്നെ ജിയോ, സാധാരണക്കാരായ ജനങ്ങൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അവർക്കത് ശരിക്കും ബോധവാന്മാരാണോ അവർ, അതോ അവരുടെ ഈ അജ്ഞത രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായും മഞ്ജു, അത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ഇത്തരമൊരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശങ്ങളുടെയും റിപ്പോർട്ടിൻ്റെയും ഭാഗമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പൊതുവെയുള്ള ചർച്ചകളും ആ വിധത്തിലാണ്. ഇന്ന് നടന്ന ഒരു ഹർത്താലാണെങ്കിലും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളും മറ്റ് സമരമുറകളും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെയും രാഷ്ട്രീയ ചൂഷണത്തിൻ്റെയും ഭാഗമായി തന്നെയുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്, എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതിന് സംബന്ധിച്ച്, അതുമാത്രമല്ല എന്താണ് ഇതിൻ്റെ ഗുണവശങ്ങൾ, എന്താണ് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് സാധാരണക്കാരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അത്തരമൊരു അജ്ഞത രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മുതലെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഖേദകരമായ വസ്തുത. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം ചില മുതലെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ വസ്തുത. നമുക്കറിയാം മുല്ലപ്പെരിയാർ വിഷയത്തിലും ഇതുപോലെ ജനങ്ങളുടെ ആശങ്ക കൃത്യമായി രാഷ്ട്രീയപരമായി മുതലെടുക്കുന്ന ഒരു സമീപനം നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഇത്തരമൊരു റിപ്പോർട്ട് വരുന്നു. തങ്ങളുടെ കൃഷിയെയും ജീവിതോപാധികളെയും തങ്ങളുടെ ഭൂമിയെയും എല്ലാം ബാധിക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ് തങ്ങളുടെ നാളെയുള്ള ജീവിതത്തെ, ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലുള്ള സുതാര്യമായ ചർച്ചകളും സ്വതന്ത്രമായ ഇടപെടലുമല്ല ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. സർക്കാരാണെങ്കിലും മതസാമുദായിക സംഘടനകളാണെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തി ജനകീയമായി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ബദൽ നിർദ്ദേശം. മഞ്ജു, നന്ദി ജിയോ. പരിസ്ഥിതി ലോല മേഖലകളിൽ ചില കൃഷികൾ പാടില്ല എന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ജനങ്ങൾക്കുള്ള അജ്ഞതയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. എന്നാൽ ഈ അജ്ഞത വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിടവേള. ഗുണ്ട നേതാവ് ദൊരൈബാബു വധക്കേസടക്കമുള്ള 4 കേസുകളിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ വർഷങ്ങൾക്ക് ശേഷം ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പനമുക്ക സ്വദേശി മണികണ്ഠൻ എന്ന കണ്ണൻജിയാണ് പിടിയിലായത്. 1998 തൃശൂരിൽ വീട് കയറി ആക്രമിച്ച കേസ്, 2006 പൂച്ചട്ടി ജസ്റ്റിൻ വധക്കേസ്, 2007 ഗുണ്ട നേതാവ് ദൊരൈബാബു വധം, 2008 പന്നിപ്പടക്കവും ആയുധങ്ങളുമായി എതിരാളികളെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയ സംഭവം എന്നീ 4 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. 2 കേസുകളിൽ അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ജാമ്യമെടുത്ത് ഒളിവിൽ പോകുകയായിരുന്നു. ദൊരൈബാബുവിന്റെ എതിർ സംഘമായ കടവി രഞ്ജിത്തിന്റെ സംഘത്തിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഈ കേസിൽ പ്രതികളായ മറ്റു 14 പേരെ നേരത്തെ പിടികൂടിയിട്ടുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തും നിലമ്പൂരിലുമായി കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു പ്രതി. ചൊവ്വാഴ്ച ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. കേരള സാഹിത്യ അക്കാദമിയുടെ വാർഷികാഘോഷ പരിപാടിയിലും ഇരിങ്ങാലക്കുടയിൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലുമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുന്നത്. തൃശൂർ പാലസ് റോഡിൽ ചൊവ്വാഴ്ച ഉച്ച മുതൽ വാഹന ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ രൂപീകരണത്തിൽ സാഹിത്യത്തെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നാടകമാണെന്ന് സാഹിത്യകാരൻ വൈശാഖൻ പറഞ്ഞു. KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച DYFI സഫ്ദർ ഹഷ്മി നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടകം പോലെ സമൂഹത്തോട് അനായാസം സംവദിക്കുന്ന മറ്റൊരു കലാരൂപമില്ലെന്നും വൈശാഖൻ അഭിപ്രായപ്പെട്ടു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KV ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര താരം ഇർഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. CPM ഏരിയ സെക്രട്ടറി PK ഷാജൻ, കാവുമ്പായി ബാലകൃഷ്ണൻ, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം I സന്തോഷ്, TC ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാജേഷ് ഇരുളം സംവിധാനം നിർവഹിച്ച കായംകുളം അമ്മു കമ്മ്യൂണിക്കേഷൻസിന്റെ കായംകുളം കൊച്ചുണ്ണി എന്ന നാടകം അരങ്ങേറി. DYFI തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ നാടകോത്സവമാണ് സഫ്ദർ ഹഷ്മി നാടകോത്സവം. വ്യാഴാഴ്ച വരെ തുടരുന്ന നാടകോത്സവത്തിൽ 6 നാടകങ്ങൾ അവതരിപ്പിക്കും.
നാടകോത്സവത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, നാടക ചരിത്ര പ്രദർശനം, നാടക കലാകാരന്മാരെ ആദരിക്കൽ, സ്മരണിക പ്രകാശനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ ആരംഭിച്ച ശ്രീമദ് ഭാഗവത തത്വവിചാര യജ്ഞം തുടരുന്നു. സ്വാമി സന്ദീപാനന്ദഗിരിയാണ് യജ്ഞാചാര്യൻ. ഇതിഹാസ പുരാണ കഥകളെ, വിശേഷിച്ചും കൃഷ്ണകഥകളെ ആധുനിക ശാസ്ത്രീയ ഭാഷയിൽ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്വാമിജി വിശദീകരിക്കുന്നത് ശ്രവിക്കാൻ നിരവധി പേരാണ് എത്തിയിരുന്നത്. വേദാന്തവാക്യങ്ങളാകുന്നു. അപ്പൊ വേദാന്തവാക്യങ്ങളെ കർണപുടത്തിൽ സ്വീകരിച്ചവനാണ് ഗോകർണൻ. ഗോകർണൻ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണ്. ദുന്തോകം വിട്ടു പോകുന്ന ഒരു ചിത്രമുണ്ട്. അധാർമികമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്. അവിടെ അവസാന കാലത്ത് വളരെ ഭംഗിയായിട്ട് ഭാഗവതത്തിൽ ഇടവേള. വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ സമാധാനപരം. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ സർവീസ് നടത്തി. ഹർത്താൽ അനുകൂലികൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടത്തി. ഹർത്താലിന്റെ ഭാഗമായി കനത്ത പോലീസ് ബന്ദോബസ്താണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ഹർത്താൽ ദിനത്തിൽ 431 ജീവനക്കാരാണ് കളക്ടറേറ്റിൽ എത്തിയത്. 1124 പേരിൽ 423 പേർ അവധിയെടുത്തപ്പോൾ 270 പേർ ജോലിയിൽ നിന്നും വിട്ടുനിന്നു. പരിസ്ഥിതി ലോല മേഖലകളിൽ ചില കൃഷികൾ പാടില്ല എന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരാമർശം ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും കേരള ജനതയെ എക്കാലവും നിലനിർത്തിയത് കാർഷിക മേഖലയാണെന്നും ചെന്നായ്പാറ ആശ്രമാധിപൻ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ പറഞ്ഞു. LDF ഹർത്താലിനോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ വളരെയധികം അന്തരം വന്നിട്ടുണ്ട്. റിപ്പോർട്ടിലെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ് വിജ്ഞാപനം ഇറക്കി നടപ്പാക്കിയേ തീരൂ എന്ന ദുർവാശി ആർക്കോ ഉണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനോടൊപ്പം കാർഷിക മേഖലയും സംരക്ഷിക്കപ്പെടണം. കുത്തക കമ്പനികളും ബഹുരാഷ്ട്ര കമ്പനികളുമാണ് പരിസ്ഥിതിക്ക് ക്ഷതം വരുത്തുന്നത് എന്നും ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ പറഞ്ഞു. പ്രൊഫസർ എം മുരളീധരൻ അധ്യക്ഷനായിരുന്നു. വിവിധ കക്ഷി നേതാക്കളായ P ബാലചന്ദ്രൻ, PK ഷാജൻ, അഡ്വക്കേറ്റ് രഘു K മാരാത്ത, CR വത്സൻ, CP റോയ്, AN രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിക്ക് വിവിധ കക്ഷി നേതാക്കൾ നേതൃത്വം നൽകി. പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. പുള്ള മനക്കൊടി പാലത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K ബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിക്കും. മധ്യവയസ്കൻ റോഡിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ചിറ്റാറ്റുകര സ്വദേശി കറുത്തടുത്ത ഷൺമുഖൻ എന്ന സക്കറിയയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. പാവറട്ടി സെന്ററിന് സമീപം കുഴഞ്ഞു വീണ സക്കറിയയെ പാവറട്ടി SI PR ബിജോയ് എത്തി സാന്റ് ജോസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോഷണശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ 18 വർഷത്തിനു ശേഷം തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം സ്വദേശി കണ്ണേങ്കാട്ട് ജോണി എന്ന ചോപ്പ ജോണിയെയാണ് വെസ്റ്റ് SI VC സൂരജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1995 കേരളവർമ്മ കോളേജിനടുത്തുള്ള കാത്തലിക് സിറിയൻ ബാങ്കിന്റെ എക്സ്റ്റൻഷൻ കൌണ്ടറിന്റെ പരിസരത്ത് മോഷണത്തിന് തക്കം നോക്കി നിൽക്കുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. തുടർന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 2 കോടതി 98 പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. സിവിൽ പോലീസ് ഓഫീസർമാരായ KA തോമസ്, KT ഷാജു, AK മനോജ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട് സത്യമംഗലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അകലാട് സ്വദേശി മരിച്ചു. ഒറ്റൈനി രാജ ബീച്ച് റോഡിൽ വെന്തനാട്ടയിൽ 43 വയസ്സുള്ള മുഹമ്മദ് അലിയാണ് മരിച്ചത്. മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന മോപ്പഡ് എതിരെ വന്ന ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഇനി ഫോക്കസ്. ഹർത്താൽ ദിനം സ്വരാജ് റൌണ്ടിൽ കുതിരസവാരി നടത്താനുള്ള അവസരം ഒരുക്കുകയായിരുന്നു കണ്ണംകുളങ്ങര സ്വദേശി ഷൈജു. ഏഞ്ചൽ എന്ന കുതിരയുമായി ഷൈജു ശക്തന്റെ പ്രദക്ഷിണ വഴികളിൽ നടത്തിയ കുതിരസവാരിയുടെ കൗതുക കാഴ്ചകൾ അരുൺ പടവെട്ടി ഫോക്കസ് ചെയ്തപ്പോൾ
ബൈക്കിടിച്ച് പരിക്കേറ്റ് ഒരു മാസമായി ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു. ചിയാരം സ്വദേശി കോട്ടിയാട്ടിൽ ശങ്കരന്റെ മകൻ വാസുവാണ് മരിച്ചത്. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ പേരാമംഗലം സിഐ PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി പള്ളിപ്പാടം ജോയി, വിലടം സ്വദേശി രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോൺ വഴിയാണ് ജോയി യുവതിയുമായി പരിചയപ്പെട്ടത്. തുടർന്ന് സുഹൃത്തായ രാഹുലിന്റെ വീട്ടിലെത്തിച്ച് ജോയി പീഡിപ്പിച്ചതായി പറപ്പൂർ സ്വദേശിനിയായ യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വിയൂർ SI NK ബെനി, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജൻ, ബിനൻ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE കലോത്സവ വിശേഷങ്ങളിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ കലോത്സവമായ SDE ഫെസ്റ്റ് 2013 ചൊവ്വാഴ്ച തുടക്കമാകും. പടിഞ്ഞാറേക്കോട്ട ചാക്കോ മെമ്മോറിയൽ ഹാളിലാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൌൺസിലിംഗ് സെന്ററുകളായ 35 കലാലയങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും. 50-ൽ പരം ഇനങ്ങളിലായി 1000-ഓളം വിദ്യാർത്ഥികളാണ് 2 ദിവസമായി സംഘടിപ്പിക്കുന്ന കലാമേളയിൽ പങ്കെടുക്കുന്നത്. സ്റ്റേജിന മത്സരങ്ങൾക്കൊപ്പം സ്റ്റേജ് ഇതര മത്സരങ്ങളും 4 വേദികളിലായി ഒരുക്കിയിട്ടുണ്ട്. മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മാർഗം കളി, മാപ്പിളപ്പാട്ട്, കവിതാ പാരായണം, പ്രസംഗം, വട്ടപ്പാട്ട്, ഒപ്പന, കോൽക്കളി എന്നീ മത്സരങ്ങളാണ് ആദ്യ ദിനം അരങ്ങിലെത്തുക. ചിത്രരചന, കാർട്ടൂൺ, ക്ലേ മോഡലിംഗ്, സാഹിത്യ മത്സരങ്ങൾ എന്നിവയും ആദ്യ ദിവസം അരങ്ങേറും. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇടവേള. വാർത്തകളിലേക്ക്. ശബരിമലയിൽ തൃശൂർ സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. അവണിശ്ശേരി പോട്ടയിൽ ബാലന്റെ മകൻ 38 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. INTUC യൂണിയനിലെ ചുമട്ട് തൊഴിലാളിയായ രാജേഷ് കഴിഞ്ഞ 18 വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് വടൂക്കര ശ്മശാനത്തിൽ നടക്കും. നാടൻ പാട്ടിലെ മികവിന് ഈ വർഷത്തെ ഫോക്ലോർ അവാർഡ് വടമ സ്വദേശി രമേശ് കരിന്തലക്കൂട്ടത്തിന് ലഭിച്ചു. വടമ പുളിയനത്ത് രാമന്റെയും ജാനകിയുടെയും മകനായ രമേശ് KSRTCയിൽ കണ്ടക്ടറാണ്. നാടൻ പാട്ട് കലാകാരനായ രമേശ് നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് തൃശൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കൺവെൻഷനിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയ്സൺ ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. VK വസന്തൻ, സോമൻ കൊളപ്പാറ, PP ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തേറമ്പിൽ രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി ഹരി നമ്പൂതിരി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, തന്ത്രി പഴങ്ങാമ്പറമ്പ് നാരായണ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഇടശ്ശേരി സ്മാരക അവാർഡിന് ഡോക്ടർ MR രാഘവ വാര്യർ അർഹനായി. രാഘവ വാര്യരുടെ മലയാള കവിത ആധുനികതയും പാരമ്പര്യവും എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം അടുത്ത മാസം 20-ന് തൃശൂരിൽ സമ്മാനിക്കും. പശ്ചിമഘട്ടം സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ ദിനത്തിൽ കോർപ്പറേഷന് മുന്നിൽ ജനകീയ സംഗമം നടത്തി. സമിതി നേതാക്കളായ TK വാസു, പൂനം റഹീം, CA അജിതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. LDFന്റെ പ്രതിഷേധ പ്രകടനവും കോർപ്പറേഷന് സമീപത്തേക്ക് തന്നെയായിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ 57-ാം വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10-ന് വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. അക്കാദമിയുടെ എൻഡോമെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. വൈകിട്ട് 3-ന് അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം സക്കറിയയ്ക്കും MP വീരേന്ദ്രകുമാറിനും സമ്മാനിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് അധ്യക്ഷനായിരിക്കും. പ്രൊഫസർ KP ശങ്കരൻ, കരൂർ ശശി, G പ്രിയദർശനൻ എന്നിവർ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങും.
തൃശൂർ ജില്ലാ പൌരാവകാശ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തറ ആശ്രയ ഭവനിലെ അന്തേവാസികൾക്ക് ചികിത്സാ സഹായം നൽകി. അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി കെ രവീന്ദ്രൻ ചികിത്സാ സഹായം കൈമാറി. സീനിയർ ആർട്ടിസ്റ്റ് മനു മോഹിത്, പൌരാവകാശ വേദി പ്രവർത്തകരായ ദാസൻ കാട്ടുങ്ങൽ, ഡോക്ടർ EV മനോഹർ, ആർട്ടിസ്റ്റ് രഘു പണിക്കർ, ജോമ, റോളി ബാബു, MR ഗിരീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഭാരതത്തിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച യങ് ഡാൻസേഴ്സ് ഫെസ്റ്റിന് തുടക്കമായി. പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമ കല്യാണ മണ്ഡപത്തിൽ നടന്ന ഡാൻസ് ഫെസ്റ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നിലയങ്ങോട് നാരായണൻ അധ്യക്ഷനായിരുന്നു. ഈ വർഷത്തെ ഭരതം കല്യാൺ ജുവലേഴ്സ് നാട്യഭാരതി പുരസ്കാരം പ്രശസ്ത മോഹിനിയാട്ട നർത്തകി കലാമണ്ഡലം സുഗന്ധിക്കും യുവ കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ ഭരതം സൺ ഗ്രൂപ്പ് യുവ കലാകാർ പുരസ്കാരം അക്ഷര മോഹൻദാസിനും സമ്മാനിച്ചു. ജില്ലാ കളക്ടർ MS ജയ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MCS മേനോൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, NS കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കരുണാസാഗിരി അവതരിപ്പിച്ച ഭരതനാട്യം അരങ്ങേറി. ഇനി വാണിജ്യം. അഭിമാൻ ക്രാഫ്റ്റ് സൊസൈറ്റിയുടെ കലാസമ്മേളന ക്രാഫ്റ്റ് എക്സിബിഷൻ തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹമഠം ഹാളിൽ തുടരുന്നു. 50-ൽ പരം സ്റ്റാളുകളിലായി 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫാബ്രിക് ആൻഡ് അപ്പാരൽസ്, ജ്വല്ലറി, ക്രാഫ്റ്റ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പ്രദർശനത്തിനുണ്ട്. പേൾസ്, സ്റ്റോൺസ്, മീനക്കരി ജ്വല്ലറി, ബംഗാളി സാരീസ്, മെൻസ് കുർത്ത എന്നിങ്ങനെയുള്ളവയുടെ അപൂർവങ്ങളായ കളക്ഷനുകൾ സ്വന്തമാക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രദർശനം ഈ മാസം 24-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി മേഖല ഉൾപ്പെടുന്ന പരിയാരം വില്ലേജ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ദുർബല പ്രദേശമാകുന്നതിൽ നാട്ടുകാർ ആശങ്കയിൽ. ജനങ്ങളുടെ ആശങ്കയെ രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ശക്തം. TCV ടോപ്പ് സ്റ്റോറി. ഗുണ്ടാ നേതാവ് ദൊരൈബാബു വധക്കേസിലെ പ്രതിയെ 7 വർഷത്തിനു ശേഷം ഷാഡോ പോലീസ് പിടികൂടി. പനമുഖ സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. ചൊവ്വാഴ്ച ഉച്ച മുതൽ തൃശൂർ പാലസ് റോഡിൽ വാഹന ഗതാഗത ക്രമീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് ശേഷം